യുഡിഎഫിന്റെ മലയോര യാത്രയിൽ പങ്കെടുത്ത് പി.വി. അൻവർ യുഡിഎഫിന്റെ ഭാഗമാകാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് മലപ്പുറം എടക്കരയിലെ സ്വീകരണ യോഗത്തിൽ പി.വി. അൻവർ പങ്കെടുത്തത്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി.വി. അൻവർ യുഡിഎഫിന്റെ ഭാഗമാകാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് എടക്കരയിൽ മലയോര ജാഥയുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. ജാഥയിൽ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പി.വി. അൻവർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നു. തുടർന്നാണ് വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥയുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം യു.ഡി.എഫ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയ അൻവറിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. വരാനിരിക്കുന്ന യു.ഡി.എഫ് സർക്കാർ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട പി.വി. അൻവർ നിലമ്പൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആരായാലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും പറഞ്ഞു. അവിശ്വാസം കൊടുത്തു. എൽ.ഡി.എഫിന്റെ ഭരണസമിതി പോയി. ഇപ്പോ 1 മണിക്കൂർ മുമ്പ് വോട്ടെടുപ്പായിരുന്നു. ആ വോട്ടെടുപ്പ് കഴിഞ്ഞു. എൽ.ഡി.എഫിനെ പുറത്താക്കി യു.ഡി.എഫിന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ST പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 20 മിനിറ്റായി. എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനു പുറമെ പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഷാഫി പറമ്പിൽ, സന്ദീപ് വാര്യർ തുടങ്ങിയവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം.